നാടകരചനയും സംവിധാനവും BR സുരേന്ദ്രൻ. മറിമായം. എനിക്ക് എന്റെ മോളോടൊപ്പം കഴിയാലോ. അല്ല, അതെ, മോക്ക് അവിടെ ഇന്റർവ്യൂ യാത്രയൊക്കെ അമ്മക്കൂടി പോയാലെന്താ? എപ്പോഴും നല്ലതാ. മേഡത്തിന്റെ പേര്? ശോഭ. മോളുടേത്? ശ്രുതി. ട്രെയിനിൽ പോകും. ഒരുവനെ തലക്കടിച്ചു കൊന്നിട്ട് രക്ഷപ്പെടുമെന്ന് പറയണം. പതുക്കെ സത്യം പറഞ്ഞ എല്ലാം അതോടെ തീരില്ലേ? കൊന്നതിലും ചതപ്പ് നിലപ്പിലേക്ക് അവനെ ചവിട്ടി താഴ്ത്തിയതിലും കുറ്റബോധമില്ല. ഇരുന്നോളൂ. വേണ്ട, നിന്നോളാം. കുടിച്ചോളൂ. തന്നോളൂ. പിടിച്ചോളൂ.
ഇത് കള്ളു കുടിച്ച് ചത്തുപോയ എന്റെ വല്യപ്പത്തിന് വേണ്ടി കൊടുത്തോളൂ. ഇത് കള്ളു കുടിച്ച് തീവണ്ടിപ്പാളത്തിൽ കയറി നിന്ന് തീവണ്ടിക്ക് കൈ കാണിച്ചപ്പോ ചപ്ലാഞ്ചി ആയി പോയ എന്റെ അപ്പച്ചൻ കൊടുത്തു. എന്റെ പിറകെ നടന്ന് പറ്റാതെ വാക്കും പറഞ്ഞ് എന്നെ വളർത്തടുത്ത് കെട്ടിയത് പോരാന് അടിയേ കുഴിയാനെ കണ്ടില്ലാത്തവനെ ആനെ കണ്ടപ്പോ ഒന്ന് കേറാൻ തെറ്റാണോ? തെറ്റാണോ? എനിക്ക് കുഞ്ഞിനെ തരാൻ കഴിയാത്ത പുല്ല്. ആ പുല്ല് എടി രാജസ്ഥാൻ മരുഭൂമിയിലെ വാഴ വച്ചാ മുളയ്ക്കോടി മുളയ്ക്കോ? ഇല്ല. എടി എന്നെ തരണമെങ്കിലേ മേരിയോട് ചോദിക്കണം. എടി മേരി പോക്കോട് ചോദിക്കണം. 24 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ? തരില്ല 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 മൂന്നില്ല. അങ്ങ് മകനെ പോലെ സ്നേഹിച്ചിരുന്ന മാധവക്കുട്ടിയുടെ ഭാര്യ നിർമ്മല. അല്ല ആരാ ഈ മാധവക്കുട്ടി? അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആള് മാറിയതാവും. ഈ രാത്രി ഞങ്ങൾ ഇറക്കി വിട്ടാ ഞങ്ങൾ എങ്ങോട്ട് പോകാം? അതൊക്കെ ഞാനറിയണം. 14 ഓരോരുത്തർ വലിയവരും അവയെ കൂടെ കൊണ്ടുപോകണം. അല്ല നിങ്ങള് കുഞ്ഞേട്ടൻ ഞങ്ങളെ മറന്നോ? മറക്കാനോ? എന്റെ മാധവക്കുട്ടിയുടെ പെണ്ണ് ഞാൻ എങ്ങനെ മറക്കാനാ? ഇത് പൊന്നോളല്ലേ? അയ്യോ പൊന്നോൾക്ക് 6 മാസം പ്രായമുള്ളപ്പോ ഞാൻ കണ്ടതാ. പിന്നെ നിങ്ങൾ വരുന്ന വിവരം എന്നെ അറിയിക്കാൻ പറ്റില്ലേ? പെട്ടെന്നുള്ള വരവായിരുന്നു. പിന്നെ കുഞ്ഞേട്ടന്റെ ഫോൺ നമ്പർ അറിയില്ലായിരുന്നോ? മാധവേട്ടന്റെ ഡയറിയിൽ വിലാസം ഉണ്ടായിരുന്നു. ശരി, ഈ വന്നപ്പോ എന്നെ വിളിക്കാൻ പറ്റില്ലേ? കുഞ്ഞേട്ടൻ കാണുകയും ചെയ്തു. മദ്യലഹരിയിൽ കുഞ്ഞേട്ടൻ ഞങ്ങളെ ഇറക്കി വിട്ടു. അതെ, പോലീസിന്റെ കണ്ണിൽപ്പെടാതെ കഴിയണം. അതിന് നിങ്ങളൊന്നും തെറ്റാ ചെയ്ത്? ഞാൻ ഒരാളെ കൊന്നു. കൊന്നോ? ആരെയായാലും നിയമത്തിന് മുന്നിൽ ഞാൻ കുറ്റവാളിയാണ്. ഞാൻ ഒരാരാച്ചാരായി കഴിഞ്ഞപ്പോൾ മോളെയും കൊന്ന് ആത്മഹത്യ ചെയ്താലും തോന്നിപ്പോയി. എങ്ങനെ കുഞ്ഞേട്ട എന്റെ പൊന്ന മോളെ കൊല്ലുക? എന്നെ തേടി പോലീസത്ത് വരെ എനിക്ക് എന്റെ മോളോടൊപ്പം കഴിയാൻ. ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരു അമ്മയെ കൂടാൻ അമ്മയുടെ മുന്നിലില്ല. ഇവിടെയാകുമ്പോ കുഞ്ഞേട്ടൻ നമുക്ക് കാവലാകും. എനിക്ക് വിശ്വാസമില്ല. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നത് പറയാൻ കഴിയോ? എന്റെ പൊന്നു മോളെ ഇങ്ങനെ കണ്ണിലൂടെ കാണല്ലേ? ഇങ്ങനെ തന്നെയാ അമ്മ അയാളെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് എന്തായി? മോളെല്ലാം മറക്കണം. ഒന്നും മറക്കാൻ കഴിയുന്നില്ല. എത്ര കാലം നമ്മളുടെ ഒളിവിൽ കഴിയും? എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയോ? പഠിക്കാൻ കഴിയോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മധുരട്ട് എന്നെ ഓർക്കുന്നുണ്ടോ ആവോ? നമ്മുടെ തോട്ടത്തിൽ ഒരു സ്ട്രൈക്കും ഉണ്ടാവില്ല. ഒരു ജോലിയില്ല. തൊഴിലാളികളെ പറ്റി ജീവിക്കുന്നവരല്ല യൂണിയൻ നേതാക്കൾ. ഓക്കേ. നീ സാറാണ്. നീ സാറാണ്. നീ ഇരിശല. ഇത് സാറാണല്ല. പിന്നെ ആര് സാവത്രിക? പണ്ട് ഞാൻ അവിടെ പെണ്ണാൻ പോയി. എന്നിട്ട് എവിടെ അച്ഛനോട് ഏതോ തെണ്ണി പറഞ്ഞു കൊടുത്ത് എന്റെ നടു പിടിച്ചത് കണക്കായിപ്പോയി. ഇപ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ. ആ നിർമ്മൽ എങ്ങനെ സാറാനാവും? എന്റെ സാറേ, ഒരേ മുഖച്ചായുള്ള 7 പേര് ഒരേ
എന്റെ മോളല്ല, എന്റെ മോളാ ലിസിമോളു. സാറിന് മുമ്പ് എന്റെ ഭാര്യ കണ്ടിട്ടുണ്ടാ? ഇല്ല. ഓ രക്ഷപ്പെട്ടു. നാണമില്ല തനിക്ക്? മൂത്ത് നരച്ചല്ല. ഭാര്യയോ? എന്താ എന്നെ കണ്ട് തോന്നില്ലേ? ഇവര് കഴിഞ്ഞ 5 വർഷമായി പിണക്കത്തിലായിരുന്നു. കഴിഞ്ഞ രാത്രിയാ വന്നത്. സാറാമേ, അയ്യോ ഞാൻ വിളിച്ചത് ഈ സാറാമേ. സാറാമേ, ഇത് വീട്ടു ജോലിക്കായി കണ്ടിട്ടേ ഒരു ഭയങ്കരയാണ്. അറിഞ്ഞൂടെ ഒരു കൊള്ളക്കാരിയുടെ 2 ദിവസം നോക്കും, സ്വഭാവം കൊള്ളത്തില്ല. 3-ാം ദിവസം പറഞ്ഞു അങ്ങനെ വേണം, അങ്ങനെ വേണം. പിന്നെ സൂപ്പറല്ലേ? ഇത് കുഞ്ഞിട്ട് എന്താ മോള്? എന്താ നിങ്ങളുടെ പേര്? നാഗവല്ലി. നാഗവല്ലി ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്. പോയി ഡ്രസ് വീട്ടു ജോലിക്കാരി എത്തി. ഇത്ര പേര് ആളിന് കിട്ടും. ഇതൊക്കെ വിളിക്കണാണല്ലോ. വിലക്കാരി വീട്ടിൽ ജോലിക്ക് ചെയ്ത് പരിചയമുണ്ടല്ലോ. പുറംപണി മാത്രം ചെയ്താൽ മതി. വീടിന്റെ പുറത്തെ പണി. അകമണി എന്റെ ഭാര്യ. പിന്നെ രാവിലെ വരിക, വൈകിട്ട് പോവുക. നോ പണി. രാത്രി എന്നെ കൊണ്ടു പണി കിട്ടേ. ആ സൈസ് എടുക്കുന്നില്ല. ശമ്പളത്തിന്റെ കാര്യമൊക്കെ തോമച്ചൻ പറഞ്ഞില്ലേ? എങ്കിൽ ചാർജ് എടുക്കാം. എടുക്കാം. എന്തോ ഒരു വശപുശക്കുള്ളത്. ഈ ദീപമൊന്നും കണ്ടില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ എനിക്കറിയാം. പുത്തിരിക്കേണ്ട മൈതാനമാണോ തേക്കിൻകാട് മൈതാനമാണോ എന്ന്. അപ്പൊ ഇതാണോ? ഇത് ഇൻഡോർ സ്റ്റേഡിയം. വിലക്കാരി പ്ലീസ് നോക്കൂ. ഞാനത് കാണട്ടെ. കഴിയുന്നത് വരിക, 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 വരിക. ആഹാ, നല്ല ഐശ്വര്യമുള്ളത്. തറവാട്ടിൽ പിറന്നവൾ. ബാക്കിയുള്ള കാലം ഭർത്താവിനോടൊപ്പം ജീവിച്ചു തീർക്കാൻ. അതുകൊണ്ടാ വന്നത്. കലഹിച്ചത്, അനാവശ്യങ്ങൾ പറഞ്ഞത് ജയിക്കാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ അകലാൻ വേണ്ടിയല്ല. അവിടെ എന്റെ കണക്ക് കൂട്ടലൊരു തെറ്റി. ശരിയാകും വെച്ചാ ഞാൻ കുഞ്ഞച്ചന് ചേർന്ന ഭാര്യയല്ല. എന്തിനും ഏതിനും ശണ്ട കൂടുന്ന നേരാവണ്ണം വർത്താനം പറയാൻ പോലും അറിയാത്ത പെണ്ണ്. എന്നാലും ഉള്ളിൽ ഇത്തിരി സ്നേഹമുണ്ട്. ഇനി നിൽക്കണില്ല. നിങ്ങൾ ജീവിച്ചോ. എനിക്ക് തരാൻ കഴിയാത്ത കുഞ്ഞിനെ തന്നവളല്ലേ നമ്മളൊരു പൂർണ്ണ മുട്ടിക്കാനും പറഞ്ഞില്ലേ? എല്ലാരും പറഞ്ഞു അച്ഛന്റെ ജീവൻ എടുക്കാമെന്ന അസുര ജന്മമാണ് എന്റെ മോളെന്ന്. മോള് വളരും തോറും എന്നിൽ സമ്മർദ്ദങ്ങൾ ഏറി വന്നു. 2ാം വിവാഹത്തിന് നാടറിയുന്ന ഒരു ചെണ്ടവാദ്യക്കാരനായിരുന്നു എന്റെ അച്ഛൻ. അമ്മ ഇങ്ങോട്ട് വന്നേ. അച്ഛ, അമ്മേ
മോളും പറഞ്ഞില്ലേ, നിങ്ങളെന്നെ തൊടുന്നതും താലോലിക്കുന്നതും എല്ലാം ഞാൻ തിരിച്ചറിയുന്നു. അതൊരച്ഛന്റെ മനസ്സോടല്ല. മോൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നേ? രണ്ടാളും എന്തിനു പോക്കായി പോയത്? മോൾ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് വിചാരം നിർമ്മലിക്കണ്ട ഇല്ലാതെ പോയി. മോള് തനിച്ചേ ഉള്ളെന്ന് കരുതിയിട്ടാ ശവമടക്കത്തിന് മുമ്പേ ഞങ്ങളിഞ്ഞു പോന്നെ. എനിക്ക് എന്റെ മോളെ ഒറ്റയ്ക്കാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് പോകും. ഇവള് എന്റെ മോളല്ലേ? നന്നായി. കൊച്ചുമോളുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അച്ഛൻ. അല്ലമ്മാവ, നമുക്ക് ഈ വീടും പറമ്പും പണയം വെച്ചെടുത്താൽ ആകെ ഉള്ളത് ഈ കിടപ്പാടമാണ്. അത് പണയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാല് എന്റെ ഭൂമിയുടെ ആധാരം ബാങ്കിലാണ്. അത് നമുക്ക് പണമടച്ച് തിരിച്ചെടുത്തിട്ട് വിൽക്കാം, എന്നിട്ട് ഇവിടുത്തെ പ്രമാണം എടുക്കാം. അയ്യോ, ധൃതിയൊന്നുമില്ല. അമ്മാവനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇതിൽ പിന്നെ എന്തോന്ന് ആലോചിക്കാൻ? നിന്നെ സഹായിക്കുന്ന ഒരു ബാധ്യത എനിക്കില്ലേ? നിന്റെ ആഗ്രഹം നടക്കട്ടെ. എനിക്ക് എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? രാജേശ്വരിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. അങ്ങനെ ഒരു കാലം പണ്ടുണ്ടായിരുന്നു. എന്റെ മോൻ ജീവിച്ചിരുന്നപ്പോ അവൻ മരിച്ചു. ആ കണ്ണുനീർ വറ്റും മുന്നേ അവന്റെ ഭാര്യയായിരുന്നവൻ രണ്ടാമത് ഒരുത്തനെ കെട്ടുകയും ചെയ്തു. നിങ്ങളോടും കൂടി ആലോചിച്ചിട്ടാ അന്നാ നടത്തിയത്. അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടത്. അപ്പൊ നിങ്ങൾക്കായിരുന്നു വാശി. ഭർത്താവില്ലാതെ മോള് ജീവിച്ച മോളുടെ ജീവിതം അന്യം നിന്ന് പോകുമെന്ന്. എന്റെ മോനെ കൊലയ്ക്ക് കൊടുത്തത് ഇഷ്ടം. ഭർത്താവിന്റെ ഓർമ്മകളുമായി അവന്റെ കുഞ്ഞിനെ വളർത്ത് ജീവിക്കേണ്ടതിന് പകരം രണ്ടാം ഭർത്താവിന്റെ മണിയറ തേടി പോയവൾ. നിന്നെ കെട്ടാതിരുന്നെങ്കിൽ എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരുന്നേ. ഇങ്ങനെയൊന്നും പറയല്ലേ. ഇതിനെക്കാട്ടി മോശമായിട്ടാണ് നിന്നോട് പറയേണ്ടത്. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല. മരണത്തെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? മരിച്ചവരോ പോയി. അവരെ ഓർത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം കൂടി പാഴാക്കണോ? അയ്യോ വേണ്ടായേ. മോൾ മുത്തശ്ശിയോടൊപ്പം വരുന്നോ? നമുക്ക് അവിടെ കഴിയാം. എന്താ മോള് വരില്ല. തീരുമാനം മോള് പറയട്ടെ. ഒരു കുറവുമില്ലാതെ മുത്തശ്ശി വളർത്താം. ഞാൻ മുത്തശ്ശിയോടൊപ്പം പോകുന്നു. ഇവിടെ നിൽക്കാൻ വയ്യ. മുത്തശ്ശി നമ്മളൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ? അതെങ്കിലും ഓർക്കാമായിരുന്നു. ഇവർ നിങ്ങൾ തെറ്റോട്ടുണ്ടെങ്കിൽ ഒരു വടികെടുത്ത് തല്ലാമായിരുന്നില്ലേ? അല്ലാതെ പോലീസിനെ കൊണ്ട് തല്ലി ചതക്കണമായിരുന്ന? അവരോട് ചോദിക്കാതെ തന്നെ തന്റെ നാറിയ കഥകളൊക്കെ എനിക്കറിയാം. പറഞ്ഞ കാലത്ത് പ്രമാണിമാരുടെ വീട്ടിൽ കയറി അവരുടെ 10,000 കുത്തിക്കൊന്നും നെല്ല് മോഷിച്ചതും ചെറുതി പെണ്ണിന്റെ ഉടുമുണ്ടഴിച്ച മേനോ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് അവന്റെ മകളുടെ മുണ്ടഴിച്ച 18കാരൻ കൊച്ചു ചെറുക്കന്റെ സൂരത്തൊന്നും എന്നോട് കാണിക്കട്ട്. അതൊക്കെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഒളിമ്പിക്സിന്റെ നേതാക്കൾക്ക് വഴികാട്ടായതും കാവലായതും ഈ കൊച്ചിറക്കനാണ്. പക്ഷേ ചരിത്രമെഴുതിയവർ ഈ കൊച്ചിറക്കനങ്ങ് മറന്നു. എന്താ കാര്യം? കൊച്ചിറക്കം വെറും ഒരു കീഴാളൻ. മറ്റുള്ളവർക്ക് ചവിട്ടിക്കയറാൻ നട്ടല് വളർത്തു കൊടുത്ത വെറും ഒരു കീഴാളൻ. ഏമാനെ എല്ലാം ഇവിടെ തീരണം. ഇനി ഇതിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ ദേഹത്തൊരു പോറൽ വീണ കരഞ്ഞ കിനാക്കിളി ചിറകുകൾ